വരാലിനൊരു ഓണസദ്യ കൊടുത്താലോ ഗൈസ്. ഓണസദ്യ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇലയിലാണ് കേട്ടോ മണ്ണിരുന്ന് കൊടുക്കണത്. സദ്യ കൊടുക്കുന്നതിന് മുന്നേ വരാലിന് സദ്യയോട് താല്പര്യം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരാലിന്റെ മുന്നിൽ സദ്യ ഒന്ന് കാണിച്ചു നോക്കിട്ടോ. ഇവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് മണ്ണിരിനി ആയതുകൊണ്ടാണ് കേട്ടോ മണ്ണിര നമ്മൾ സെലക്ട് ചെയ്തത്. പറയേണ്ട കാര്യമില്ലല്ലോ, മണ്ണിര കണ്ടപ്പോൾ തന്നെ ചെക്കൻ ഹാപ്പി ആയിട്ടാ. എന്തായാലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ നോക്കാട്ടാ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവന് BSF ലാറോ മാത്രമാണ് കേട്ടോ കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് മണ്ണിര കണ്ടപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ മണ്ണിര കൊടുക്കുമ്പോൾ പുറത്തേക്ക് എടുത്ത് ചാടാറുണ്ട് കേട്ടോ. മണ്ണിര വെട്ടാനായിട്ട് ചാടുമ്പോഴാണ് കേട്ടോ പുറത്തേക്ക് വീഴാറ്. പക്ഷെ അവൻ കയ്യിൽ നിന്ന് മണ്ണിര കഴിക്കുമ്പോൾ ഉള്ള ഒരു ത്രില്ലില്ലേ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഫിഷിങ്ങിനൊക്കെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വരാൽ ഫീഡിങ് തന്നെയാണ് കേട്ടോ. ഹാൻഡ് ഫീഡിംഗ് ആണ് ഏറ്റവും എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇവ നമ്മുടെ കയ്യിൽ കടിക്കുമെന്ന് ചെറിയൊരു പേടിയിലാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഒരു തവണ അങ്ങനെ ഉണ്ടായിണ്ടേ. കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോൾ തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ വരാലിന്റെ വെള്ളം മാറ്റി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫീഡ് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം വെള്ളം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവൻ ഫീഡ് എടുക്കാറില്ല. ഈർക്കിളിൽ പിടിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവന്റെ കണ്ണിൽ കുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈർക്കിൽ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് കയ്യിൽ പിടിച്ചിട്ട് കൊടുക്കുന്നത്. എന്തായാലും ഫീഡ് ഇങ്ങനെ പിടിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ അവൻ കഴിക്കാറുണ്ട് കേട്ടോ. അത്രയ്ക്കും ത്രില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കും ഇങ്ങനെ ഫീഡ് കൊടുക്കണതാണ് കേട്ടോ ഇഷ്ടം. വരുന്നുട്ടോ അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ മണ്ണിരയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ചെറിയ മണ്ണിര അവൻ നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വലിയൊരു മണ്ണിര അവന്റെ മുന്നിലേക്ക് അടിച്ചു തുടങ്ങിയിട്ടാ. നമ്മൾ മണ്ണിര നല്ലോണം മുറുക്കി പിടിച്ചേക്കാണ് കേട്ടോ. കാരണം അവൻ ഫീഡ് എടുക്കുമ്പോൾ മൊത്തമായിട്ട് കൊണ്ടുപോകാണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ എക്സൈറ്റ്മെന്റ് കുറച്ച് കുറയും. ഇപ്പൊ നമ്മൾ മണ്ണിര കഴിയുന്നത് തിന്നുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. അവൻ വലിച്ചു കൊണ്ടുപോകുന്നത് കറക്റ്റ് കൈമയ്ക്ക് കിട്ടും. നമ്മുടെ മണ്ണിരേനെ ഓരോ കഷ്ണമായിട്ട് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുപോയിട്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ പീസാകുമ്പോൾ നമ്മൾ വിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ചിലപ്പോൾ കയ്യുമ്മ കയറി കടിക്കൂട്ടാ. ഇരുട്ടാവുന്ന സമയമാണ് കേട്ടോ അവൻ നല്ലപോലെ ഫീഡ് എടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നു. 7 മണി ടൈമിലാണ് കേട്ടോ അവൻ നല്ലപോലെ ഫീഡ് എടുക്കുക. ആ സമയത്താണ് എല്ലാ വരാലും അടിക്കാനും ചാൻസ്. ഫ്രോഗൊക്കെ എറിയണവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു ടൈം തന്നെയാണ് കേട്ടോ. എത്ര മണ്ണിര കിട്ടിയാലും ഇവൻ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അവൻ മണ്ണിരേനെ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.